മണികണ്ഠൻ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വള്ളക്കുഴീനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വള്ളക്കുഴീനെ കുറിച്ചിട്ട് തന്നെ കാണിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് ഞാൻ കുറച്ച് ഞങ്ങളെ വഴിയൊക്കെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു തന്നു. വഴിയെന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളക്കുഴി കാണിക്കാൻ അതിൻ്റെ മുന്നേ ഇത്തിരി വഴിയൊക്കെ കാണിച്ചു തരണമല്ലോ. വഴി വെച്ചാൽ അതിൻ്റെ ഇത് കാണിച്ചു തരണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ കൃഷി എന്ന് പറയാനൊന്നും പറ്റില്ല, കൂവ. ഞങ്ങളിവിടെ കൂവ എന്നാണ് പറയുന്നത് ഗൈസ്. ഇതാരും നോക്കണ്ട, അത് വർഗ്ഗമൊക്കെയാണ്. ഇതിൻ്റെ ആവശ്യത്തിന് കൊടുന്നിട്ടാ തോന്നുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഗൈസ് ഒരു മുരിങ്ങ നിൽക്കുന്നുണ്ട്. മുരിങ്ങ തന്നെയല്ലേ പറയുക, മുരിങ്ങ ഇടയിലാട്ടോ. അപ്പോൾ കുറേ പേര് ഫുൾ വീഡിയോ ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാട്ടോ നമ്മൾ ഫുൾ വീഡിയോ ഇട്ടത്. വള്ളക്കുഴിയെ കുറിച്ചിട്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആട്ടുംകൂടിനെ കുറിച്ചിട്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആടോളേനെ കൊണ്ട് കാട്ടിക്കൊണ്ടേനെ കേട്ടോ, ആടുള്ളതിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരില്ലാത്തപ്പോഴാണ് ഞാൻ അധികം ആട്ടുംകൂട് വീഡിയോ എടുക്കൽ. അതാണ്, അങ്ങനെയാണ് മിക്കവാറും സംഭവിക്കലേ ഉള്ളൂ. ഞാൻ അവരുണ്ടാകുമ്പോൾ ഇനി വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് അറിയിച്ചാൽ മതി. പിന്നെ ഞാൻ ഇപ്പോൾ അവിടെ നിന്നാർന്ന സ്ഥലമാണത്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടോ. അവിടെ ഞാനൊരു പാമ്പിനെ കണ്ടു ഗൈസ്. അപ്പോൾ ഞാൻ വേഗം ഓടിയിട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് നിൽക്കണം. അതിന് ശേഷം ഞാൻ ഇങ്ങനെ വള്ളക്കുഴി, ഓ മൈ ഗോഡ്, വള്ളക്കുഴി എന്നാണ് ഇവിടെ പറയുന്നത് ഗൈസ്. എന്നിട്ട് ഞാൻ അതിങ്ങനെ അടിപൊളിയില്ലേ. പക്ഷെ ഞങ്ങളെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉറവുണ്ടോയെന്ന്. ഉറവ് മീൻസ് ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരൂലേ, അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട്. സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ളതിനെ കേട്ടതും. പിന്നെ എന്താ കുറേ പേര് ചോദിച്ചു മുഖമൊന്നും എന്താ കാണിക്കാത്ത വീഡിയോയിൽ എന്നൊക്കെ. അത് ഞാൻ മുഖം കാണിക്കാതെ വീഡിയോ എടുക്കുകയാണ്. അത് ഇവർക്കാർക്കും അറിയില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഉറവുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയവർക്കത് മനസ്സിലാവുകയുണ്ടാവും, അതിൽ ഉറവുണ്ട്. ഓക്കെ, കണ്ടോ, ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഉറവുണ്ട്. ഇങ്ങനെ ഓരോ തുള്ളികളും ഇങ്ങനെ ജലമായിട്ട് ഇതിലോട്ട് ഒറ്റി ഒഴുകുന്നുണ്ട്. ഞാൻ പിന്നെ ഒഴുകുന്നതൊക്കെ നേരെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു വൈറ്റ് പോലത്തെ ഒരു സാധനം കണ്ടോ നിങ്ങൾ? അത് ഗൈസ്, അതെന്താ വെച്ചാൽ ഈ റബ്ബർ ഉണ്ടാവില്ലേ, റബ്ബർ പാലൊക്കെ ഒഴിച്ചേക്കില്ലേ, അതിൻ്റെ ഷീറ്റ്. പിന്നെ നമ്മളെ വള്ളക്കുഴിയിൽ നിന്ന് ഒഴുകി വന്ന ജലമാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മളുടെ ആട്ടുംകൂടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര ആട്ടുംകൂട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിച്ചു തരുമോ, ഇതെന്താ ഇതിന്. ഞാൻ എപ്പോഴും ഷോർട്സൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഞാനിത് പകുതിയായിട്ടാണ് കാണിക്കൽ, എന്നുവെച്ചാൽ ഫുള്ളായിട്ട് കാണിച്ചെടുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഫുള്ളായിട്ട് കാണിച്ചെടുക്കാം. അപ്പോൾ കാണിച്ചിടുമ്പോൾ ഫസ്റ്റ് തന്നെ നേരെ പോയിട്ട് ഡോർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ആകെ കുറച്ച് ഇലക്കതായിട്ട് ഇതായിരുന്നു. അവിടെ നിന്ന് നേരവണ്ണം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർ പോയിട്ടുള്ളൂ കേട്ടോ ആടിനോണ്ട്. അത് ഇനിയിപ്പോൾ വൃത്തിയാക്കും. അപ്പോൾ ഇവിടെ പോയിട്ടുള്ളൂ കേട്ടോ, അത് ഇനിയിപ്പോൾ വൃത്തിയാക്കും. അതിന് ശേഷം ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഗൈസ്. കണ്ടോ, ഇങ്ങനെ അവർക്ക് ഇറങ്ങാൻ പറ്റിയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം ചാടി ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. വേഗം ചാടി ഇറങ്ങി, ഇല്ലെങ്കിൽ ഇത് കണ്ട ചീത്ത കേൾക്കും. അതുകൊണ്ട് തന്നെ വേഗം ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. ശേഷം അത് അടിച്ചു കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ പോയത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോണതിൻ്റെ മുന്നേ ഞാനിതൊന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഞാനത് നേരെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. ഒന്നുകൂടി അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങോട്ട് കാണിച്ചു തരണമല്ലോ. എങ്ങനെ പറയുന്നു. പിന്നെ ഇതെന്തോ സംഭവം ഉണ്ടായിരുന്നെന്ന് അറിയില്ല. ക്യാമറ എന്തോ ഇതായിക്കുക തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് എന്തോ മനസ്സിലായില്ല, ഞാൻ കട്ടാക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ എൻ്റെ അപ്പുറത്തേക്ക് പോയിക്കപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അത് തുറക്കണ്ട എന്ന് വെച്ചു. എന്താ വെച്ചാൽ അത് അത്രയും ഇതിലേറെ വൃത്തികേടായിരുന്നു. ഇത് പിന്നെയും കുറച്ച് വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ എന്നും കാട്ടില്ല പോലെ തന്നെ വീഡിയോയിൽ ലാസ്റ്റ് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടൂലേ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കലെന്ന്. ഗൈസ്, ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കൽ കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ അധികം വീഡിയോ എടുക്കൽ. പിന്നെ കുറേ കിളികളൊക്കെ കൊത്തിപ്പറക്കി തിങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ പോയിട്ട് ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നു ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.